കേരള നവോത്ഥാന ചരിത്രത്തിൽ പ്രാതസ്മരണീയനായ വ്യക്തിത്വമാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ചാവറ സാംസ്കാരിക കേന്ദ്രം കോഴിക്കോട്ടും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ എറണാകുളത്തും അതേപോലെ തന്നെ കോട്ടയത്തുമൊക്കെ ഈ സമാന്തരമായ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പോഴും കേരള ചരിത്രത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഈ സ്ഥാപനം പങ്കാളിത്തം വഹിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ ചാവറ ഹാളിലെ ഏറ്റവും അവസാനം ഞാൻ പങ്കെടുത്ത ഒരു പരിപാടി, ബഷീറിൻ്റെ ഒരു അനുസ്മരണം പങ്കെടുത്ത പരിപാടി, PK ഗോപിയും സുകുമാർ അഴീക്കോടും പങ്കെടുത്ത ഒരു പരിപാടിയിലാണ് ഈ ചാവറ ഹാളിൽ അവസാനമായി പങ്കെടുത്തതെന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. സുകുമാർ അഴീക്കോട് ഈ ചാവറ ഹാളിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ടെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് തന്നെ കോഴിക്കോട് ദേവഗിരി കോളേജിലാണ് എന്ന് എല്ലാവർക്കും നമുക്കറിയാം. അപ്പോൾ ദേവഗിരി കോളേജ് ആ സ്ഥാപനവും ഈ പറയുന്ന ചാവറ സാംസ്കാരിക കേന്ദ്രവും ഒക്കെ ഈ അഴീക്കോടിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നുവെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി പ്രമാണിച്ച് കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അഴീക്കോട് അനുസ്മരണം നടത്തുന്നതിന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്താണ് കഴിഞ്ഞ മാസം അതിൻ്റെ ഉദ്ഘാടനം ഞങ്ങൾ നടത്തിയത്. അത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ് അതിൻ്റെ സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനം നടത്തിയത്. കേരളത്തിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക നായരെല്ലാം പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു. അതിൻ്റെ ഈ ജന്മശതാബ്ദിയുടെ സമാപനം അടുത്ത വർഷം 2026 അത് കണ്ണൂരിൽ വെച്ച് അത് നടത്താനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിനു മുമ്പായിട്ട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അഴീക്കോടിൻ്റെ നാമത്തിൽ ഒരു സ്മാരക പ്രഭാഷണവും വിദ്യാർത്ഥികൾക്ക് പ്രസംഗ മത്സരവും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉപന്യാസ മത്സരം, ഇങ്ങനെ കുറേ മത്സരങ്ങളും, അതേപോലെ തന്നെ ഒരു ഓർമ്മ പുസ്തകം, അതേപോലെ അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങളുടെ സമ്പൂർണ്ണ സമാഹാരം, ഇങ്ങനെ പല പദ്ധതികൾ സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് ആസൂത്രണം ചെയ്തു വരുന്നുണ്ട്. സുകുമാർ അഴീക്കോട് ജീവിച്ചിരുന്നപ്പോൾ തന്നെ സ്ഥാപിതമായ ഒരു പ്രസ്ഥാനമാണ് സുകുമാർ അഴീക്കോട് ട്രസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ പ്രസാധനവും പുനഃപ്രസിദ്ധീകരണവും ട്രസ്റ്റിൻ്റെ ചുമതലയിലാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഉൾപ്പെടെ തത്വമസിയും മറ്റ് എല്ലാ പുസ്തകങ്ങളും ഇപ്പോൾ സുകുമാർ അഴീക്കോട് ട്രസ്റ്റിൻ്റെ ചുമതലയിലാണ് അത് ഇപ്പോൾ നടത്തി വരുന്നത്. അതുകൊണ്ട് അഴീക്കോടിൻ്റെ ഈ ട്രസ്റ്റിൻ്റെ സ്ഥാപന ലക്ഷ്യവും അതിൻ്റെ പ്രവർത്തന ലക്ഷ്യവും എന്ന് പറയുന്നത് സുകുമാർ അഴീക്കോട് കേരളത്തിൽ എന്ത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊണ്ടത്, അദ്ദേഹം എന്ത് ജീവിത മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം നിരന്തരമായി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തത്, എന്ത് ദർശന പദ്ധതിയാണ് നമ്മുടെ സാംസ്കാരിക കേരളത്തിനും നമ്മുടെ ഭാരതത്തിനും അദ്ദേഹം സംഭാവന ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ അതെല്ലാം നമുക്ക് അനുവർത്തിക്കേണ്ടതും അത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം, ഒരു പ്രതിബദ്ധത നമുക്കുണ്ട് എന്നാണ് ട്രസ്റ്റ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അഴീക്കോടിൻ്റെ 100 വർഷം മുമ്പ് ജനിച്ച ഒരാളെപ്പറ്റി കേരളത്തിൽ എത്രയോ മനുഷ്യർ 100 വർഷം മുമ്പ് ജനിക്കുകയും അതിനുശേഷം മരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സുകുമാർ അഴീക്കോടിനെ എപ്പോഴും നമ്മൾ ഓർക്കുന്നത്, എന്തിനാണ് നമ്മൾ ഓർക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കേരളത്തിൽ എത്രയോ എഴുത്തുകാർ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുകയും നമ്മുടെ കഥകളും നോവലുകളും അല്ലെങ്കിൽ നിരൂപണങ്ങളും ഒക്കെ നടത്തി എത്രയോ എഴുത്തുകാർ നമുക്കുണ്ടായിരുന്നു. അവരിൽ എത്ര പേരെ നമ്മൾ ആലോചിക്കുന്നുണ്ട്, എത്ര പേരെ നമ്മൾ ഓർക്കുന്നുമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ സുകുമാർ അഴീക്കോടിനെ ഓർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഴീക്കോട് നമ്മുടെ മനുഷ്യരുടെ ജീവിതവുമായി അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നമ്മുടെ മനുഷ്യൻ്റെ ദൈനംദിന ജീവിത ആവശ്യങ്ങളുമായി അവൻ്റെ ജീവിത നവീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ ഈ നാളേക്ക് വേണ്ടി നിലവിളിച്ച ഒരു ചിന്തകൻ എന്ന നിലയിൽ നമുക്ക് സുകുമാർ അഴീക്കോടിൻ്റെ ചിന്തകളെ നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പ്രവാചക തുല്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഇവിടെ ആമുഖ പ്രസംഗത്തിൽ KF ജോർജ് പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു പ്രവാചകനെ പോലെയാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം പറഞ്ഞല്ലോ, സത്യം വിളിച്ചു പറയാൻ ധീരത കാട്ടിയ ഒരു മനുഷ്യനായിരുന്നു.
സമകാലിക കാലത്ത് നമുക്ക് എത്ര പേർക്ക് നമുക്ക് സത്യം വിളിച്ചു പറയാൻ കഴിയുന്നുണ്ട്? കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് സത്യം വിളിച്ചു പറയാൻ പറ്റുന്നുണ്ടോ? ഏത് രംഗത്താണെങ്കിലും. അപ്പോൾ സത്യാനന്തര കാലമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരം മഹാന്മാരെ അനുസ്മരിക്കേണ്ടതും അടുത്ത തലമുറയിലേക്ക് അവരുടെ ഭാസുര ചിന്തകളെ സംക്രമിപ്പിക്കേണ്ടതും നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതാണ് സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് ഏറ്റെടുത്ത് നടത്തി വരുന്നത്. അഴീക്കോട് ജീവിച്ചിരുന്ന സമയത്ത് മാറാട് കലാപം ഉണ്ടായപ്പോൾ ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളും പോയി ഈ പറയുന്ന മാറാടും കേരളത്തിലെ എഴുത്തുകാരെന്ന് പറഞ്ഞ ഒരു ഭാഷണ പരമ്പര ഞങ്ങൾ നടത്തുകയുണ്ടായി. അന്ന് ടൗൺ ഹാളിൽ ഈ സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗം കേട്ടിട്ട് അന്ന് സദസ്സിൽ ഉണ്ടായിരുന്ന ഗായകൻ യേശുദാസും അന്ന് സുകുമാർ അഴീക്കോടും MD വാസുദേവൻ നായരുമായിരുന്നു അന്ന് ടൗൺ ഹാളിൽ ഉണ്ടായിരുന്നത്. പ്രസംഗം കേട്ട് കഴിഞ്ഞിട്ട് യേശുദാസ് അഴീക്കോട് സാറിൻ്റെ കാലിൽ വന്ന് നമസ്കരിക്കുന്ന ചിത്രം മലയാള മനോരമ ഫോട്ടോഗ്രാഫർ എടുത്ത് 1-ാം പേജിൽ കൊടുക്കുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പ്രഭാഷകൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചതെന്ന് ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? മതവർഗീയത, ജാതിയും മതവർഗീയത, നമുക്ക് സാമൂഹ്യമായ അനീതി, അഴിമതികൾ ഇതെല്ലാം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നമുക്ക് അഴീക്കോടിൻ്റെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ അഴീക്കോടിൻ്റെ മനസ്സിനെ നമ്മൾ പിന്തുടരുക എന്നുള്ള ഒരു ആശയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അഴീക്കോട് ട്രസ്റ്റ് ഈ ജന്മശതാബ്ദി വർഷത്തിൽ ഇത്തരം ഒരു പ്രഭാഷണം നടത്തുന്നത് ഉചിതമായ ഒരു നടപടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങൾ, അഴീക്കോട് 4 ലക്ഷത്തിലധികം പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതിനകം ഒരു 100 പ്രഭാഷണങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ പ്രഭാഷണങ്ങൾ ഇതിനകം 20 പുസ്തകങ്ങളായിട്ട് DC ബുക്സും സാഹിത്യ പ്രവർത്തന സംഘവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 പുസ്തകങ്ങൾ കോട്ടയത്തെ ആത്മാ ബുക്സ് പുസ്തകലോകവുമായി സഹകരിച്ച് അതിൻ്റെ പ്രസാധകനായ നൗഷാദ് 2 പുസ്തകങ്ങൾ ഇന്നിവിടെ പ്രകാശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രഭാഷണങ്ങൾ, അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ, അദ്ദേഹം സ്റ്റേജിൽ വന്ന് ഈ പറയുന്ന അദ്ദേഹം സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ അദ്ദേഹം ആ ശ്രോതാക്കളുടെ മുമ്പിൽ ഒരു വലിയ ആശയപ്രപഞ്ചമായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ ഇത്തരം പ്രഭാഷണങ്ങൾക്ക് ഇപ്പോൾ ആശയങ്ങൾ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മുടെ എഴുത്തുകാരും നമ്മുടെ പ്രഭാഷകരും. നമ്മുടെ എഴുത്തുകാരുടെ കാര്യം പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. ആശയങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങളെന്ന് പറയുന്നത് അത് ഒരു പുണ്യ സങ്കേതം പോലെയാണ് പുതിയ തലമുറ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഏറ്റുവാങ്ങുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം അത്തരം പ്രവർത്തനങ്ങൾ ട്രസ്റ്റ് നടത്തി വരികയാണ്. അത് കുറേ വർഷമായി നമ്മൾ നടത്തി വരുന്നു. അഴീക്കോടിൻ്റെ തത്വമസിയുടെ ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ DC ബുക്സ് വഴി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആത്മകഥ പരിഷ്കരിച്ച് പുതിയ പതിപ്പ് അത് അഴീക്കോട് സാർ ജീവിച്ചിരിക്കുമ്പോൾ അത് അവസാനത്തെ അധ്യായം യാത്രാമൊഴി എന്ന് പറഞ്ഞ അധ്യായം എഴുതിയിട്ടാണ് അദ്ദേഹം അന്തരിച്ചത്. അതിൻ്റെ അടുത്ത പതിപ്പ് അദ്ദേഹത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഇറക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഞങ്ങൾക്ക് പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു ദൗത്യമായി ഞങ്ങൾ ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേകമായ എന്തെങ്കിലും പ്രതിഫലം നിശ്ചയിച്ചോ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഒന്നുമല്ല. നമുക്ക് നാളത്തെ കേരളത്തിലെ സമൂഹത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നാളത്തെ നമ്മുടെ ഇന്ത്യൻ ജനതയെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു ജനതയായി നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യം എവിടെയാണ്? ഇവിടെ ജനാധിപത്യവും മതേതരത്വവും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അഴീക്കോട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് KF ജോർജ് പറയുണ്ടായി. അഴീക്കോട് ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് കേൾക്കേണ്ട എത്രയോ സംഭവങ്ങൾ നമ്മൾ പത്രത്തിൽ കൂടി നമ്മൾ ദൈനംദിനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടന്ന ഒരു പ്രസ്ഥാനമാണ് സുകുമാർ അഴീക്കോട് ട്രസ്റ്റ്. അപ്പോൾ ആ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ചാവറ ഹാളിൽ വെച്ച് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ ഇവിടുത്തെ ഡയറക്ടറായ നമ്മുടെ ബഹുമാനപ്പെട്ട ജോൺ മണ്ണാറത്തറയച്ചൻ അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ സമ്മതിക്കുകയുണ്ടായി. അപ്പോൾ ഇസഡം മുഴുവനാണ് ചാവറയച്ചനെ പറ്റി കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കളക്ഷൻ മുഴുവൻ എൻ്റെ ശേഖരത്തിലുണ്ട്. ചാവറയച്ചൻ്റെ എല്ലാ സമ്പൂർണ്ണ സമാഹാരം എൻ്റെ കയ്യിലുണ്ട്.
ചാവറയച്ചൻ്റെ സമ്പൂർണ്ണ സമാഹാരത്തിന് അവതാരിക എഴുതിയ അഴീക്കോട് സാറാണ്. അപ്പോൾ ചാവറയച്ചനെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും സ്നേഹിച്ച ഒരാളാണ് അഴീക്കോട് സാർ. അതുകൊണ്ട് ഈ പറയുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യം നമ്മുടെ ഇപ്പോഴത്തെ ഈ ചാവറ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഫാദർ ജോൺ മണ്ണാറത്തറ പിന്തുടരുന്നു എന്നുള്ളത് വളരെയധികം ശ്ലാഘനീയമായ ഒരു സംഗതിയാണ്. അച്ഛനെ ഞാൻ പ്രത്യേകമായി അതുകൊണ്ട് ഈ പരിപാടി നടത്തുന്നതിന് സഹകരിച്ചതിൽ പ്രത്യേകമായി ഞാൻ അച്ഛനെ ശ്ലാഘിക്കുകയാണ്. അഴീക്കോട് ട്രസ്റ്റിൻ്റെ അംഗങ്ങളായ അഴീക്കോട് MD മനോജും ശ്രീ MD രാജേഷും ഇവിടെ എത്തിയിട്ടുണ്ട്. അഴീക്കോട് സാറിൻ്റെ സഹോദരിയുടെ മക്കളാണ്. ഒരാൾ കണ്ണൂരും ഒരാൾ കോഴിക്കോട്ടുമുണ്ട്. അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രീ MN കാരശ്ശേരി അദ്ദേഹത്തിന് ഇന്ന് എത്തിച്ചേരാൻ അസൗകര്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഞങ്ങളുടെ ട്രസ്റ്റിൽ മറ്റൊരു അംഗമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രവർത്തന പാരമ്പര്യം കാഴ്ചവെച്ചുകൊണ്ടാണ് ഞങ്ങൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ശ്രീ കൽപ്പറ്റ നാരായണൻ ഇവിടെ നമുക്കൊരു മഹാസമ്മേളനമോ അല്ലെങ്കിൽ വലിയ ബഹുജന റാലിയോ നടത്തി അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമല്ല ഞങ്ങൾക്കുള്ളത്. ആശയങ്ങൾ അടുത്ത തലമുറയ്ക്കും സമകാല സമൂഹത്തെ അറിയിക്കുക എന്നുള്ള ഒരു ദൗത്യമാണുള്ളത്. ശ്രീ കൽപ്പറ്റ നാരായണൻ അദ്ദേഹം ഇന്ന് ജനാധിപത്യത്തെ പറ്റിയാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ജനാധിപത്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എഴുത്തുകാർ എവിടെയാണ്, എഴുത്തുകാരുടെ നിലപാടെന്താണ്, രാഷ്ട്രീയ പ്രവർത്തകരുടെ നിലപാടെന്താണ്, അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെ നിലപാടെന്താണ്, അവർക്ക് ഈ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ എന്ത് പങ്കാളിത്തമാണ് വഹിക്കാൻ കഴിയുന്നത്. നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മതേതരത്വം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫാസിസ്റ്റ് പ്രവണതകൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ്. അതുകൊണ്ട് ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മളതിന് സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ നാളത്തെ കേരളം, നാളത്തെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു രാഷ്ട്രമല്ലാതായി മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ എഴുത്തുകാരാണെങ്കിലും പത്രപ്രവർത്തകരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും ജനാധിപത്യത്തിൻ്റെ അരക്കില്ലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ എഴുത്തുകാരെന്താണ് ചെയ്യുന്നത്? ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ എന്താണ്? ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ പൊതുപ്രവർത്തകരെന്താണ്? നമ്മുടെ മറ്റ് അധ്യാപകരെന്താണ്? അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥികളെന്താണ്? നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്? മഹാഭാരതത്തിൽ പുരോചനൻ എന്നൊരു കഥാപാത്രമുണ്ടല്ലോ, അദ്ദേഹമാണല്ലോ അരക്കില്ലത്തിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ എഴുത്തുകാരും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും ജനാധിപത്യത്തിൻ്റെ അരക്കില്ലം സൃഷ്ടിക്കുന്ന പുരോചരന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കത്തുന്ന ഒരു പുരയിൽ ജീവിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അത്തരം പ്രവണതകളെ എതിർക്കേണ്ടതും ശബ്ദമുയർത്തേണ്ടതും എഴുത്തുകാരൻ്റെ ദൗത്യമാണ്. അഴീക്കോട് സാറ് ഇല്ലെങ്കിലും കൽപ്പറ്റ നാരായണനെ പോലുള്ള ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ശബ്ദമാണ്. അതുകൊണ്ട് ഇന്നിവിടെ കേൾക്കാൻ പോകുന്നത് ഒറ്റപ്പെട്ട ഒരു എഴുത്തുകാരൻ്റെ ശബ്ദമാണ്. നമ്മുടെ ജനാധിപത്യത്തിൽ മാത്രമല്ല, വായനയുടെ ജനാധിപത്യവൽക്കരണത്തിലും ഈ പറയുന്ന അരക്കില്ലങ്ങൾ നമ്മുടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എഴുത്തുകാരൻ്റെ ശൈലിയും പുതിയ പ്രവണതകളും മനുഷ്യൻ്റെ ഒരു ദേവാസുര യുദ്ധം പോലെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടം, ദേവന്മാരും അസുരന്മാരും നന്മയ്ക്കും തിന്മയ്ക്കും എതിരായി പോരാടുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ എഴുത്തുകാരനും ഒരു ദേവാസുര യുദ്ധം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് സാഹിത്യത്തിലെ അസുരന്മാർ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം പ്രവണതകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന എഴുത്തുകാരനാണ് കൽപ്പറ്റ നാരായണൻ. അതുകൊണ്ട് ഒരു സ്വതന്ത്ര വ്യക്തിത്വം എന്ന നിലയിൽ അഴീക്കോട് സാറിൻ്റെ സുമാർ അഴീക്കോടിൻ്റെ ജന്മശതാബ്ദി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇത്തരം ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ, പ്രവാചക ശബ്ദങ്ങൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ഇത് ഒരു നിലവിളിയായി നമ്മൾ കേൾക്കണം. ഈ നിലവിളി നമുക്ക് നാളത്തെ ഒരു കേരളത്തിന് വേണ്ടിയുള്ള നിലവിളിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം സുമാർ അഴീക്കോടിൻ്റെ ജന്മശതാബ്ദി എന്ന് പറയുന്നത് ഒരു നിലവിളിയുടെ ആഘോഷം മാത്രമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.